ഹായ് ഫ്രണ്ട്സ്, സാപ്പിന മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ വർഷത്തെ അവസാനത്തെ വീഡിയോ ആണ്. പിന്നെ ഡിസംബർ മാസം 31 കഴിയാൻ ഈ ഒരു വർഷം 2023 വർഷം കഴിയാൻ പോവുകയാണ്. അപ്പം കഴിഞ്ഞ ആഴ്ച OTT റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകൾ സിനിമകളും സീരീസുകളും ഏതൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അതായത് ഡിസംബർ മാസം 25-ാം തീയതി മുതൽ ഡിസംബർ മാസം 31-ാം തീയതി വരെ, അതായത് ഇന്ന് വരെ റിലീസ് ചെയ്തിരിക്കുന്ന കംപ്ലീറ്റ് ലിസ്റ്റുകളാണ്. പ്രധാനപ്പെട്ട സിനിമകളുടെ കംപ്ലീറ്റ് ലിസ്റ്റുകളാണ്. മൊത്തം 22 റിലീസുകളാണ് കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്തതായിട്ടുള്ളത്. ഓക്കെ, അതൊക്കെ നോക്കാം. ഒന്നാമത്തെ ഒരു സിനിമയാണ്, തമിഴ് സിനിമയാണ്. കോമഡി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന തമിഴ് സിനിമയാണ്. പാർക്കിംഗ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഡിസ്നി+ ഹോട്ട്സ്റ്റാറിലും സിംപ്ലി സൗത്തിൽ ഈ രണ്ട് OTT പ്ലാറ്റ്ഫോമിലായിട്ട് തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ ഭാഷകളിലായിട്ടാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു മലയാളം മൂവിയാണ്. പടച്ചോൻ്റെ കഥകൾ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. 4 കഥകൾ അടങ്ങുന്ന ഒരു സിനിമയായിരുന്നു. ഓറഞ്ച് മീഡിയയുടെ യൂട്യൂബ് ചാനൽ വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ഹിന്ദി മൂവിയാണ്. കോ ഗയ ഹം കഹാൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. കോ ഗയെ ഹം കഹാൻ. നെറ്റ്ഫ്ലിക്സിലാണ് ഹിന്ദി ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഇംഗ്ലീഷ് ഭാഷകളായിട്ട് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഒരു ക്രൈം ത്രില്ലർ മിസ്റ്ററി വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. മംഗളവാരം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. തമിഴ്, തെലുങ്ക്, മലയാളം, ഹിന്ദി, കന്നഡ ഭാഷകളായിട്ട് ഡിസ്നി+ ഹോട്ട്സ്റ്റാർ വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. ഈ സിനിമയുടെ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്, കാണാത്തത് കണ്ട് സപ്പോർട്ട് ചെയ്യാം. അടുത്തത് അന്നപൂർണ എന്ന സിനിമയാണ്. തമിഴ് സിനിമയാണ്. നയൻതാര പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഡ്രാമ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. തമിഴ് ഭാഷ കൂടാതെ തെലുങ്ക്, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിലാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. നെറ്റ്ഫ്ലിക്സിലും സിംപ്ലി സൗത്തിൽ ഈ രണ്ട് OTT പ്ലാറ്റ്ഫോമിലായിട്ടാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്ത ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന തമിഴ് മൂവിയാണ്. ലൈസൻസ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആഹാ തമിഴ് വഴിയാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്ത മലയാളത്തിലുള്ളൊരു സിനിമയാണ്. ആസിഫ് അലി പ്രധാന വേഷം കൈകാര്യം ചെയ്ത സൈക്കോളജിക്കൽ ത്രില്ലർ മൂവിയായിരുന്ന രഞ്ജിത്ത് സിനിമ എന്ന സിനിമ. നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഒരു തെലുങ്ക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ബഗിലേറ്റി കഥ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ETV വിൻ OTT പ്ലാറ്റ്ഫോം വഴിയാണ് ഈ ഒരു തെലുങ്ക് മൂവി റിലീസ് ചെയ്തിട്ടുള്ളത്. തെലുങ്ക് ഭാഷ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അടുത്തൊരു ഹിന്ദി മൂവിയാണ്. ഇട്ടൂസി ബാറ്റ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു ഹിന്ദി മൂവി ഹിന്ദി ഭാഷയിൽ മാത്രമായിട്ടാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഒരു തെലുങ്ക് ആക്ഷൻ കോമഡി ക്രൈം വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. കീടക്കോള എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആഹാ തെലുങ്ക് വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. തെലുങ്ക് ഭാഷ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. സ്വാതി മുത്തിര ബാലെ ഹരിയെ എന്ന് പറഞ്ഞൊരു കന്നഡ മൂവിയാണ്. അടുത്തത് റൊമാൻറ്റിക് വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു റൊമാൻറ്റിക് വിഭാഗത്തിൽപ്പെടുന്ന സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഹൻസിക പ്രധാന വേഷം കൈകാര്യം ചെയ്ത ത്രില്ലർ മൂവിയായിരുന്നു. മൈ നെയിം ഈസ് ശ്രുതി എന്ന സിനിമ. ആമസോൺ പ്രൈം വഴി ഈ ഒരു സിനിമ തെലുങ്ക് ഭാഷ മാത്രമായിട്ട് റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തത് ഒരു ഹിന്ദി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. 12th ഫെയിൽ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഡിസ്നി+ ഹോട്ട്സ്റ്റാർ വഴി ഈ ഒരു സിനിമ ഹിന്ദി ഭാഷയിൽ മാത്രമായിട്ട് റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തത് ഒരു ഹിന്ദി മൂവിയാണ്. സഫഡ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഒരു ഡ്രാമ 18+ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. C5ലാണ് ഈ ഒരു സിനിമ ഹിന്ദി ഭാഷയിൽ മാത്രമായിട്ട് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ഹിന്ദി മൂവിയാണ്. ഹിന്ദി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. 3 of Us എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സ് വഴിയാണ് ഈ ഒരു സിനിമ ഹിന്ദി ഭാഷയിൽ മാത്രമായിട്ട് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ഹിന്ദി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ തന്നെയാണ്. ശാസ്ത്രി വിരുദ്ധ ശാസ്ത്രി എന്നാണ് സിനിമയുടെ പേര്. നെറ്റ്ഫ്ലിക്സ് വഴി ഈ ഒരു സിനിമ ഹിന്ദി ഭാഷയിൽ മാത്രമായിട്ട് റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തത് ഒരു ഹിന്ദി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. വൺസ് അപ്പോൺ 2 ടൈംസ് ആണ് സിനിമയുടെ പേര് വരുന്നത്. ഹിന്ദി ഭാഷയിൽ മാത്രമായിട്ട് C5ലാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഒരു ഹിന്ദി മൂവി തന്നെയാണ്. റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ്. ഡോണോ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. C5 വഴി ഈ സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. ഹിന്ദി ഭാഷ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അടുത്തൊരു സീരീസാണ്, ഒരു സ്പാനിഷ് സീരീസാണ്. ബെർലിൻ എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. ഒരു എന്താ പറയുക, മണി ഹെയ്സ്റ്റ് എന്ന സീരീസിൻ്റെ പ്രീക്വലായിട്ട് വന്ന സീരീസ് ആയിരുന്നു ഈ ഒരു സീരീസ്. 8 എപ്പിസോഡ് റിലീസ് ചെയ്തിട്ടുണ്ട്. സ്പാനിഷ് ഭാഷ കൂടാതെ ഇംഗ്ലീഷ്, തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ടാണ് ഈ ഒരു സീരീസ് നെറ്റ്ഫ്ലിക്സ് വഴി റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു സീരീസ് തന്നെയാണ്. റീച്ചർ എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. ഒരു ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സീരീസാണ്. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സീരീസിൻ്റെ 2ാമത്തെ സീസണാണ് വന്നിട്ടുള്ളത്. 2ാമത്തെ സീസണിൻ്റെ 5ാമത്തെ എപ്പിസോഡാണ് കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്തിട്ടുള്ളത്. മൾട്ടി ലാംഗ്വേജിലാണ്, മലയാളം അടക്കമുള്ള എല്ലാ ഭാഷയിലും അവൈലബിൾ ആണ് ഈ ഒരു സീരീസ്. അടുത്തൊരു സീരീസ് തന്നെയാണ്. ലേബൽ എന്നാണ് സീരീസിൻ്റെ പേര്. ഒരു ക്രൈം ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന തമിഴ് സീരീസാണ്. ഫൈനൽ എപ്പിസോഡാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഫസ്റ്റ് സീസണിലെ 10ാമത്തെ എപ്പിസോഡ് ഡിസ്നി+ ഹോട്ട്സ്റ്റാറിൽ മൾട്ടി ഓഡിയോയിലാണ്. തമിഴ് ഭാഷ കൂടാതെ മലയാളം, തെലുങ്ക്, ഹിന്ദി, കന്നഡ ഭാഷകളിലൊക്കെ ആയിട്ടാണ് ഈ ഒരു സീരീസ് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തതും ഒരു സീരീസാണ്. ഒരു ആനിമേഷൻ അഡ്വഞ്ചർ ആക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന ഒരു മാർബലിൻ്റെ സീരീസാണ്. വാട്ട് ഇഫ് എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്.
8 എപ്പിസോഡുകൾ ഇപ്പോൾ ഓൾറെഡി വന്നിരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ച. ഇംഗ്ലീഷ് ഭാഷ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. Disney+ ഹോട്ട്സ്റ്റാർ വഴിയാണ് ഈ ഒരു സീരീസ് റിലീസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും അപ്ഡേറ്റുകളാണ്. മൊത്തം 22 റിലീസുകളാണ് കഴിഞ്ഞ ആഴ്ച ഈ ഡിസംബർ മാസം 25 മുതൽ ഡിസംബർ മാസം 31 തീയതി വരെ, അതായത് ഇന്ന് വരെ റിലീസ് ചെയ്തതായിട്ടുള്ളത്. ഇനിയിപ്പോൾ നാളെ മറ്റന്നാളൊക്കെ ചിലപ്പോൾ ന്യൂ ഇയർ ഒക്കെ ആയതുകൊണ്ട് ഏതെങ്കിലും സർപ്രൈസ് റിലീസുകൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. എന്തായാലും വെയിറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതുവത്സരാശംസകൾ നേരുന്നു. ഈ ലിസ്റ്റിലേതൊക്കെ സിനിമകൾ നിങ്ങൾ കണ്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. നിങ്ങൾ ഇഷ്ടപ്പെട്ട സിനിമകൾ ഏതൊക്കെയാണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. പിന്നെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഈ വർഷം 2023 തിയേറ്റർ റിലീസ് ചെയ്ത് വൻ ഹൈപ്പിൽ വന്നിട്ട് തിയേറ്ററിൽ ഡിസാസ്റ്ററായ സിനിമകൾ ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാവരും ഇത് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ 2023 തിയേറ്റർ റിലീസ് ചെയ്തതിൽ വിജയം അർഹിച്ചിരുന്ന, അതായത് പരാജയപ്പെട്ട സിനിമകളാണ്, അതിൽ വിജയം അർഹിച്ചിരുന്ന സിനിമകൾ ഏതൊക്കെയാണെന്നുള്ള എനിക്ക് തോന്നിയ കുറച്ച് സിനിമകളുടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ റിവ്യൂസ് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. എല്ലാവരും ഇത് കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് നമുക്ക് അടുത്ത വർഷം കാണാം. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.